തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ചവരാണ്. അനുസരണം എന്നാണ് തൻ്റെ മേലധികാരികളെ അനുസരിച്ചു കൊള്ളാമെന്ന പേരിൽ പ്രധാനി ആരായിരുന്നു? വിശുദ്ധ സ്റ്റീഫൻ. മിസ് ഒരു കഥ പറഞ്ഞു തരട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ, കൈകൾ കൂപ്പിപ്പിടിച്ചേ, കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, ഞങ്ങളിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിക്കുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുവാനും നല്ലവരായി ജീവിച്ച് നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ പിൻഗാമിയാണ് മെത്രാൻ എന്ന് പഠിച്ചു ഇല്ലേ? അതിൽ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്നു പത്രോസ് എന്ന് പഠിച്ചു. പത്രോസിൻ്റെ പിൻഗാമിയാണ് മാർപ്പാപ്പ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോസ്തലന്മാരുടെ പിൻഗാമിയായ മെത്രാന്മാർക്ക് സഹായമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വൈദികരെയാണ്. വൈദികരെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഇടവകയിൽ വൈദികരുണ്ട് ഇല്ലേ? വൈദികർ എന്ന് പറയുന്നത് തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ചവരാണ്. എന്ത് കൂദാശ സ്വീകരിച്ചവരാണ്? തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ചവരാണ്. ഇനി ഈ തിരുപ്പട്ടം എന്ന കൂദാശ എന്താണെന്ന് നമുക്ക് നോക്കാം. 3 കാര്യങ്ങളാണ് തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ അവർ വാഗ്ദാനം ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. എത്ര കാര്യങ്ങളാണ് മിസ് പറഞ്ഞത്? 3 കാര്യങ്ങൾ. എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മചര്യം. എന്താണ്? ബ്രഹ്മചര്യം. ആദ്യത്തെ കാര്യം എന്താണ്? ബ്രഹ്മചര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ദാരിദ്ര്യം. എന്താണ്? ദാരിദ്ര്യം. മിടുക്കരാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? അനുസരണം. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? നിങ്ങളും നല്ല അനുസരണയുള്ള പിള്ളേരാണ് അല്ലേ? നല്ല മക്കളാണ് അല്ലേ? അപ്പം 3 കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കാം. എന്താണ് ആദ്യത്തെ കാര്യം? എന്താണ്? ബ്രഹ്മചര്യം. രണ്ടാമത്തേതോ? എന്താണ് രണ്ടാമത്തെ കാര്യം? ദാരിദ്ര്യം. മൂന്നാമത്തേത് എന്താണ്? അനുസരണം. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. ബ്രഹ്മചര്യം എന്താണ്? ബ്രഹ്മചര്യം എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ബ്രഹ്മചര്യം എന്നാൽ വിവാഹം കഴിക്കാതെ ഏകനായി ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്താണ്? വിവാഹം കഴിക്കാതെ ഏകനായി ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇനി ദാരിദ്ര്യം എന്താണ്? ദാരിദ്ര്യം എന്ന് വെച്ചാൽ ലളിതമായിട്ട് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വൈദികർ. ആരാണ് ഈ വാഗ്ദാനം ചെയ്യുന്നത്? വൈദികരാണ് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. ഈ 3 വാഗ്ദാനങ്ങൾ ചെയ്യുന്നത് വൈദികരാണ്. ആരാണ്? വൈദികർ. അപ്പം എന്താണ്? ബ്രഹ്മചര്യം, പിന്നെ എന്താണ്? ദാരിദ്ര്യം. ഇനി അവസാനത്തേത് ഏതാണ്? അവസാനത്തേത്? അനുസരണം. അനുസരണം എന്നാണ് തൻ്റെ മേലധികാരികളെ അനുസരിച്ച് കൊള്ളാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അപ്പം 3 കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. എന്താണ്? ബ്രഹ്മചര്യം, പിന്നെ ദാരിദ്ര്യം. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തെ കാര്യം?
അനുസരണം. ഇത് 3 കാര്യങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. 3 കാര്യങ്ങളാണ് വൈദികർ വാഗ്ദാനം ചെയ്യുന്നത്. ഇത് 3ഉം പാലിച്ചു കൊള്ളാമെന്ന് സഭയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരുടെ ചുമതല ഏറ്റെടുക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ നമ്മൾ എന്ത് കാര്യത്തിനും പള്ളി സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ചെന്ന് നമ്മുടെ വൈദികരെ കാണും, ഇല്ലേ? മരണമായാലും നമുക്ക് കുമ്പസാരിക്കാനാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ വൈദികരാണ് നമുക്ക് ചെയ്തു തരുന്നത്, ഇല്ലേ? ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി മിസ് ഒരു കഥ പറഞ്ഞു തരട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് ആ കഥയെന്നറിയോ? അതായത് പെന്തക്കോസ്ത നാളിൽ നിങ്ങൾ പഠിച്ചതാണ്. പെന്തക്കോസ്ത ദിവസം ശിഷ്യന്മാർ ഭയന്നിരുന്നു. അങ്ങനെ ശിഷ്യന്മാർ ശക്തിപ്പെട്ട് അവർ ജനങ്ങൾക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ തിരക്കായി, കുറേ സ്ഥലത്ത് പോയി അവർ സുവിശേഷം പറഞ്ഞു. ലാസ്റ്റ് അവർക്ക് എത്താൻ പറ്റാതെയായി. അവരത്രയും തിരക്കായി കഴിഞ്ഞപ്പോൾ അവർ 7 പേരെ തിരഞ്ഞെടുത്തു. എത്ര പേരെ തിരഞ്ഞെടുത്തു? 7 പേരെ തിരഞ്ഞെടുത്തു. ഈ 7 പേരിൽ ഒരാളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ സ്റ്റീഫൻ. പേരെന്താണ്? വിശുദ്ധ സ്റ്റീഫൻ. അപ്പം എത്ര പേരെയാണ് തിരഞ്ഞെടുത്തത്? 7 പേരെ തിരഞ്ഞെടുത്തു. മിടുക്കർ. അതിൽ 7 പേരിൽ പ്രധാനി ആരായിരുന്നു? വിശുദ്ധ സ്റ്റീഫൻ. അന്ന് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന തിന്മകളെയും വിശ്വാസമില്ലായ്മയെയും കുറിച്ച് വിശുദ്ധ സ്റ്റീഫൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്കിഷ്ടപ്പെട്ടില്ല. അവരെന്തു ചെയ്തു? വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞു. എന്തു ചെയ്തു അവർ? വിശുദ്ധ സ്റ്റീഫനെ കല്ലെറിഞ്ഞു. വിശുദ്ധ സ്റ്റീഫൻ താഴെ വീണപ്പോഴും വിശുദ്ധ സ്റ്റീഫൻ പ്രാർത്ഥിച്ചു, ഇവർ ചെയ്ത തെറ്റിൻ്റെ ഫലം ഇവർക്ക് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്റ്റീഫൻ രക്തം വാർന്ന് മരണമടഞ്ഞു. അങ്ങനെ ആദ്യത്തെ രക്തസാക്ഷിയായി നമ്മുടെ സഭയിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വിശുദ്ധ സ്റ്റീഫൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ രക്തസാക്ഷി എന്ന് പറയുന്നത് എന്താണ്? രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? മിസ് ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്നാണ് മിസ് പറഞ്ഞത്? ആരാണ് ആദ്യത്തെ രക്തസാക്ഷി? ആൻമേരി പറഞ്ഞല്ലോ, വിശുദ്ധ സ്റ്റീഫൻ. മിടുക്കി. വിശുദ്ധ സ്റ്റീഫനാണ് നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. ഇനി മെത്രാന്മാരെ സഹായിക്കാൻ ചുമതലപ്പെട്ടവരാരാണ്? ചുമതലപ്പെട്ടവർ? വൈദികർ. നല്ല മക്കളാണല്ലോ. എല്ലാവരും പറഞ്ഞല്ലോ ഉത്തരം. ഇതേപോലെ തന്നെ മിടുക്കരായിട്ട് പറയണം കേട്ടോ. മിസ് എല്ലാം ചോദിക്കും. അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ് ആരാണ്? മെത്രാന്മാർ. മെത്രാന്മാരെ സഹായിക്കാൻ ചുമതലപ്പെട്ടത് ആരാണ്? വൈദികർ. വൈദികർ ഏത് കൂദാശയാണ് സ്വീകരിക്കുന്നത്? ഏത് കൂദാശയാണ് വൈദികർ സ്വീകരിക്കുന്നത്? ജോസഫ് പറഞ്ഞല്ലോ. മിടുക്കൻ. എന്താണ്? തിരുപ്പട്ടമെന്ന കൂദാശ സ്വീകരിച്ചവരാണ്. ഇനി മിസ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. 3 കാര്യങ്ങളുണ്ട് തിരുപ്പട്ടം കൂദാശ സ്വീകരിക്കുമ്പോൾ അവർ വാഗ്ദാനം ചെയ്യുന്നു. 3 കാര്യങ്ങൾ ആരാണ്? ഒന്ന് ചാടി ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ. ആരാണ്? ആൻമേരി പറ. ബ്രഹ്മചര്യം. പിന്നെ ദാരിദ്ര്യം. മിടുക്കി. പിന്നെ അനുസരണം. ഈ 3 കാര്യങ്ങളാണ്. എന്താണ്? ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ഈ 3 കാര്യങ്ങളാണ് അവർ വാഗ്ദാനം ചെയ്ത് തിരുപ്പട്ടം സ്വീകരിച്ചുകൊണ്ട് വൈദികരായി നമ്മുടെ സഭയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ എല്ലാവരും?
പിന്നെ മിസ് ഒരു കഥ പറഞ്ഞപ്പോൾ അതിലൊരു രക്തസാക്ഷിയെ പറഞ്ഞല്ലോ. ആരാണ് ആ രക്തസാക്ഷിയുടെ പേരെന്താണ്? എന്താണ് ആ രക്തസാക്ഷിയുടെ പേര്? വിശുദ്ധ സ്റ്റീഫൻ. വിശുദ്ധ സ്റ്റീഫനാണ് ആ രക്തസാക്ഷി. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുമക്കൾ മറന്നു പോകരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വേണം. ഇനി നമുക്ക് ഒരു ആക്ഷൻ സോങ് പഠിച്ചാലോ? പഠിക്കാം നമുക്കൊരു ആക്ഷൻ സോങ്. നമ്മുടെ പാഠഭാഗത്തിലുള്ള ഒരു ആക്ഷൻ സോങ് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ? തിരുസഭ നല്ലൊരു ധന്യസഭ, ഒരുമയിൽ വളരും ഏകസഭ, മണ്ണിൽ ശാന്തി പരത്താനായി ദൈവം തീർത്തൊരു സ്നേഹസഭ. ഇന്നത്തെ ആക്ഷൻ സോങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ. മിസ്സിന് സന്തോഷമായി. അപ്പോൾ നമുക്കിന്നൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോ. ആക്ടിവിറ്റി ആദ്യത്തേത് നമ്മുടെ പേജ് നമ്പർ 32 എല്ലാവരും എടുക്കുക. പാഠഭാഗത്തിൽ പേജ് നമ്പർ 32 എടുക്കുക. അതിൽ ആദ്യത്തേത് എന്താണ്? ഷിമയോൻ. ഷിമയോൻ എന്തുമായിട്ടാണ് ചേരുന്നത്? പത്രോസുമായിട്ട് ഇല്ലേ? അടുത്തത് എന്താണ്? അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്തുമായിട്ടാണ് ചേരുന്നത്? അയക്കപ്പെട്ടവൻ. മൂന്നാമതാരാണ്? പ്രഥമ രക്തസാക്ഷി. പ്രഥമ രക്തസാക്ഷി ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ സ്റ്റീഫൻ. ഇനി നാലാമത്തേത് എന്താണ്? ബ്രഹ്മചര്യം. അതെന്തുമായിട്ടാണ് ചേരുന്നത്? സന്യസ്തർ. ഈ 4 കാര്യങ്ങൾ ഭംഗിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ മിസ്സിന് ഫോട്ടോ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് നമുക്ക് ഈശോയോട് നന്ദി പറയണ്ടേ? അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കൈകൂപ്പി പിടിക്കുക. നമുക്കൊരു ഈശോയോട് നന്ദി പറയാം. സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ഇന്ന് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുവാനുമുള്ള കൃപ നൽകിയതിനെ ഓർത്ത് ദൈവമേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ.